ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദ്യുതി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ കറൻ്റ്ലി അറ്റ് കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. സോ അവിടെ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നത് 2 ദിവസം മുന്നെയാണ്. സോ ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് അബിയുടെ വീട്ടിലാട്ടോ ഉള്ളത്. ഈ ഒരു റൂം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മളെല്ലാ ഫ്രണ്ട്സും എപ്പോഴും വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു റൂമിലാണ്. ഇവിടെ ഈ കിടക്കയിലൊക്കെ കിടന്ന് ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. മേ ബി എന്നെ പണ്ട് മുതലേ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഷെയർ ചെയ്ത കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ്. സോ ദിസ് ഇസ് എ സ്പെഷ്യൽ റൂം ഫോർ അസ്. അപ്പോൾ ഞാൻ ഇന്ന് അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആക്ച്വലി എനിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകേണ്ടത്. ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം വീട്ടിലേക്ക് പോകേണ്ട ട്രെയിൻ ഉണ്ട്, പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്യണം. ദെൻ ഞാനാണെങ്കിൽ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് എൻ്റെ കയ്യിൽ സാരി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഒഫീഷ്യൽ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാരി ലുക്കിലേക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ അല്ല. ദെൻ അവളുടെ ഷർട്ട്, അവളുടെ നെയിൽ പോളിഷ്, അവളുടെ കമ്മൽ എല്ലാം ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട്. അവളുടെ ലിപ്സ്റ്റിക്ക്. പക്ഷെ അത്ഭുതം, ഈ ഷർട്ട് എനിക്ക് ലൂസാണ്. അവൾ എന്നെക്കാളും വലിയിട്ടാണ്, പക്ഷേ അവളുടെ ഡ്രസ്സ് എനിക്ക് ലൂസാണ് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. നല്ല രസമല്ലേ? സോ കം ടു ദ പോയിന്റ്. ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിൽ എംടെക്കിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു അഡ്മിഷൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. കാരണം ഞാൻ ബിടെക് കഴിഞ്ഞു, എംടെക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടു. അപ്പം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ കോഴിക്കോടുള്ള ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്ന് കോളേജിൽ ചെന്നിട്ട് എനിക്ക് സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളുടെ നമ്പർ ഒന്ന് അയച്ചു തരണം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, കോളേജിൽ വന്നു, എന്നിട്ട് ആരുടെയോ നമ്പറൊക്കെ വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്പോട്ട് അഡ്മിഷന് വേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ട്രയലിൽ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. സോ നിങ്ങൾ അതുപോലെ എംടെക്കിന് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എംടെക്കിന് വേണം ഇന്ന കോളേജിലാണ് വേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് എക്സാക്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാവും, ആ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റ് അന്വേഷിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഡേറ്റ്സ് ഉണ്ട്. അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ നടക്കുന്ന ഡേറ്റും ഉണ്ട്, അതുപോലെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്ന ഡേറ്റും ഉണ്ട്. സോ 2026 ഓഗസ്റ്റ് 5 കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. സോ ഇവിടെ ഞാൻ പഠിക്കുന്ന കോഴ്സായിട്ടുള്ള എനർജി സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ ഉണ്ട്. പിന്നെ അതുപോലെ ECയുടെ കോഴ്സ് ഉണ്ട്, സിവിലിൻ്റെ കോഴ്സ് ഉണ്ട്, കെമിക്കലിൻ്റെ കോഴ്സ് ഉണ്ട്. ഐ തിങ്ക് 4 തോന്നുന്നു കേട്ടോ. സോ ഈ കോഴ്സസിലേക്കൊക്കെ എംടെക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. 18 സീറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഇപ്പം എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ അതിനുശേഷം ബാക്കിയുള്ള സീറ്റിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരിക കേട്ടോ. കാരണം രാവിലെ തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അഡ്മിഷന് വേണ്ടി നിൽക്കുക. കാരണം ഇൻ കേസ് ഇപ്പോൾ 18 സീറ്റിൽ ഒരു 5 സീറ്റാണ് വേക്കൻ്റ് എങ്കിൽ നിങ്ങളിപ്പോൾ എത്തുന്നത് ഒരു 6ാമതാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ട് നിങ്ങൾക്കത് കിട്ടാതിരിക്കാം. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. സോ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് നോക്കൂ. സോ ഞാൻ കൊടുക്കുന്ന ബ്രോഷറിൽ എൻ്റെ കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസും കൂടെ പറയാം. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ കോഴ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ 20 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നൊരു സോഫ്റ്റ്വെയർ, 20 ലക്ഷമാണോ എനിക്ക് കറക്റ്റ് അറിയില്ല, ആ സോഫ്റ്റ്വെയർ നമ്മുടെ കോളേജിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ 20,000 രൂപയെങ്ങാനും കൊടുത്തിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുന്നത്. പുറത്ത് ആ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പൈസയാണ്. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. മുയലിങ്ങനെ ജമ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ
മൊയിൽ ജമ്പ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അതിൽ സ്റ്റിക്കർ ഇട്ടതാട്ടോ. ഐ മീൻ നമുക്കതിൻ്റെയൊക്കെ കോളേജിലെ എല്ലാ ബിടെക്കാർക്കും എംടെക്കാർക്കും കൊടുക്കുന്നുണ്ട്. സോ അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം കേട്ടോ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതെന്ന്. അവൾ അറിഞ്ഞിട്ടില്ല. അവൾ അറിയാതെ ഞാൻ അവളുടെ ഒരു സാധനം മോഷ്ടിച്ചു കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് അവളുടെ ഡ്രോയിങ് ബുക്ക്. അവൾ എനിക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. എൻ്റെ ഈ ഫ്രണ്ട് ഞങ്ങൾ എത്രയോ വർഷമായിട്ടുള്ള ഫ്രണ്ട്സാണ്. ഒരു 2016 തൊട്ടിട്ടുള്ള ഫ്രണ്ട്സാണ്. സോ ദ തിങ് ഈസ് നമ്മളെല്ലാ ഫ്രണ്ട്സും അവളുടെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കളിക്കാനും ചിരിക്കാനും ഈവൻ ചുമ്മാ ഒരു ദേഹം വരും. അപ്പോൾ ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല, കാരണം ഹോസ്റ്റൽ അടച്ചിട്ടുണ്ടാവും. സോ വീട്ടിൽ പോകാനാണെങ്കിൽ നല്ല മഴയും. ഇവിടെ ഇപ്പം കേരളത്തിൽ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇവളെ വിളിച്ചു. അവൾ പറഞ്ഞു ഇങ്ങോട്ട് പോര്, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ അടുത്താണ്, കോഴിക്കോട് അടുത്താണ്. ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ ഫാമിലി. അച്ഛനും അമ്മയ്ക്ക് എന്ത് സ്നേഹമാണെന്നറിയോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ പോകും, എനിക്ക് വീട്ടിൽ പോകാനുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഞാൻ രാവിലെ പോകുന്നതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡ് മാത്രം ആക്കിയിട്ടാണ് അമ്മ പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് വീഡിയോ എടുക്കാനുള്ള സ്ലോട്ടും ഈവൻ വീഡിയോ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ ലേറ്റ് ആവും. സോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ അവളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ നീഡ് ടു ഗോ ആൻഡ് ഹെൽപ്പ് ദം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങൾക്ക് അവളുടെ ഡ്രോയിങ്സ് കാണിച്ചു തരാം കേട്ടോ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ അഭിരാമി കുട്ടിയുടെ ഡ്രോയിങ് ബുക്ക്. ഒന്ന് കണ്ട അവളുടെ ഡ്രോയിങ്സ് കണ്ടോ, എന്ത് രസാ. വൗ വൗ വൗ. നോക്കിയേ, എനിക്ക് തോന്നുന്നു എല്ലാം ഈ ഒരു വേർട്ടിക്കലായിട്ടാണ് അവൾ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ എന്ത് രസമായിട്ട് അവൾ വരയ്ക്കുന്നത്. അവൾക്ക് പെയിൻ്റൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ അറിയാം. എനിക്കങ്ങനെ അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. നല്ല രസമല്ലേ. ഇത് അവളും അവളുടെ ഹസ്ബൻഡും ആട്ടോ, അമലേട്ടനും അബിയും. അമലേട്ടനെ പോലെ തന്നെ ഉണ്ട് കാണാൻ, ഒരു മാറ്റമില്ല. ഞാനിത് കണ്ടപ്പോൾ ഇത് അമലേട്ടനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവള് നമുക്ക് മനസ്സിലായില്ലേ, അമലേട്ടൻ എക്സാക്റ്റ് അമലേട്ടൻ തന്നെ. ഇത് അബി. അബിയുടെ മുടിയൊക്കെ കണ്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു ഡീറ്റെയിലിങ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അവൾ പറഞ്ഞു ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നോക്കൂ, വേലി, മരം ഒക്കെ ഉണ്ട്. ദാറ്റ്സ് ടു ഗുഡ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നോക്കി എന്ത് രസമായത്. വാവ്, ഇതൊക്കെ കണ്ടോ, എന്ത് രസാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മല, കുന്ന്, കാട്, ഇറ്റ്സ് ഗുഡ്. നല്ല രസമല്ലേ. ഇത് രസമല്ലേ ഇവർ വരയ്ക്കുന്നതാണ്. ഇത് അബിയുടെ അച്ഛനും അമ്മേനെയും വരച്ചതാണ്. നല്ല രസമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു ഷേപ്പ് ഉണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം അവരെ കാണാൻ വേണ്ടിയിട്ട്. ഐ ലൈക്ക് ദിസ് വൺ. ഇനിയാണ് കുഞ്ഞു കണ്ണൻ. എന്ത് ക്യൂട്ടാ. ഐ ലൈക്ക് ദിസ് വൺ. നല്ല രസമല്ലേ, ക്യൂട്ട് കണ്ണൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ് എന്ന് പറഞ്ഞു. എനിവേ ഇതൊക്കെ എന്തൊരു രസമാ. വാവ്. അപ്പം താഴെ അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. അബിയുടെ അച്ഛനും അമ്മയും അവരൊക്കെ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കാനും ഈവൻ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നല്ല രസമാണ്. ഈവൻ സ്നേഹത്തോട് സംസാരിക്കും. ഈവൻ അവിയുടെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. സംടൈംസ് ഐ ഫീൽ ദാറ്റ് എനിക്ക് അമ്മേനെ കാണണമായിരുന്നു എന്നൊക്കെ തോന്നും. ഞാൻ 2 ദിവസം മുന്നേ ഞാൻ അവളുടെ അടുത്ത് ഇന്നലെ രാത്രി കിടന്നപ്പോൾ പറഞ്ഞു, അബി ഞാൻ 2 ദിവസം മുന്നേ ശരിക്കും ആഗ്രഹിച്ചായിരുന്നു നിൻ്റെ അമ്മയുടെ അടുത്ത് വരണം, അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഞാൻ ശരിക്കും ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് മീറ്റാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു മേ ബി അതായിരിക്കാം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ അമ്മയുടെ അടുത്ത് ഇന്നലെ ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ രാവിലെ പോയി. അമ്മ വർക്കിംഗ് ആണ്. സോ നോക്കാം. അവളെൻ്റെ അടുത്ത് പറഞ്ഞു നീ അങ്ങനെ വിചാരിക്കുന്നു വേണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല കേട്ടോ, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുമായിരുന്നു നീ ഇവിടെ ഇല്ലെങ്കിൽ. അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമല്ലോ, അപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുക ലൈക്ക്
നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞാൻ ഇവിടെ ഇല്ലയെന്ന് വെച്ചാൽ നീ കയറി ഇങ്ങോട്ട് വന്നു, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അത്രയും നമുക്ക് ഫ്രീഡം തരുന്നത് നമ്മുടെ ഫാമിലി പോലും നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ ഫാമിലി, മോർ ദാൻ ഫ്രണ്ട്സ്, മോർ ദാൻ സിസ്റ്റേഴ്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇവിടെ വന്ന ഏറ്റവും കോമഡി എന്താ അറിയോ, ഇവിടെ വന്നാൽ ഞങ്ങളെല്ലാവരും അനിയത്തിമാരാണ്, ഞങ്ങളെല്ലാവരും അബിയാണ് ഇവിടുത്തെ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ചേച്ചിക്ക് ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിലേ അവർ പറയും അത് ചേച്ചിയുടെ അത് ഇട്ട് നോക്ക് രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യും. ഞങ്ങൾ അനിയത്തിമാരാകുന്നത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വലിയോട്ടിയാണ്, പക്ഷേ ഞാൻ ഒരു അനിയത്തി ആവുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ഞങ്ങൾ ചേച്ചിയുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് അന്നത്തെ രസം എന്ത് രസമായിരിക്കും എന്നറിയാം നമ്മൾ കാണാൻ. മേക്കപ്പൊക്കെ കിട്ടുമായിരിക്കും, ചേച്ചിയുടെ ഫൗണ്ടേഷനും ചേച്ചിയുടെ ക്രീംസൊക്കെ കിട്ടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് രസമായിരുന്നു, നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കൂടെ വരും ഇവിടെ, അപ്പം നല്ല രസമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം വിത്ത് ദെയർ പെർമിഷൻ. ഞാനിപ്പം ഈ വീഡിയോ ഒന്നും എടുത്തത് അവർ അറിഞ്ഞിട്ടില്ല, ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തുതരാം കേട്ടോ. ബിഫോർ ദാറ്റ് എനിക്ക് എൻ്റെ ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യണം. ഇത് അവൾക്ക് തിരിച്ചു കൊടുക്കണം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നീ എടുത്തോ, നിനക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ട്, നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കിത് അവൾക്ക് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ ക്ലോത്തിലേക്ക് പോട്ടെ. കാരണം ഞാൻ ഡ്രസ്സ് എല്ലാം ഒന്നും എടുത്തില്ല, ഞാൻ 3 സാരി എടുത്തിട്ടാണ് പോയത്. സാരി ഇട്ടിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ തോന്നില്ല. സോ ഞാൻ എൻ്റെ പഴയ ഡ്രസ്സിലേക്ക് പോവാം. ഞാൻ ഇവിടെ വരുമ്പോൾ മാത്രം കാണുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട് കേട്ടോ. ശരിക്കും കണ്ണൂർ ജില്ലയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് മേ ബി എൻ്റെ വീട്ടിലില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ഇന്നിപ്പോൾ വന്നപ്പോൾ രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റപ്പോഴാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇത് ശീബോധി എന്നാ പറയാ. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെയ്തിയിൽ ഇങ്ങനെ വെക്കും. സോ ഇത് എന്താ ആചാരം എന്ന് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചാൽ ആൾക്കറിയില്ല. അതുപോലെ പണ്ട് കാലത്ത് അബിയുടെ അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു, കലിയന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. വീട്ടിലുള്ള ദോഷശക്തികളാണോ അതൊക്കെ പോട്ടെ, എന്നിട്ട് നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ കർക്കിടക മാസ ആരംഭത്തിന്റെ തലേന്ന് വാഴയിലൊക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങൾ, കോണി, ഏണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മുറത്തിൽ വെച്ചിട്ട് വീടിന് ചുറ്റും വിളക്ക്, കിണ്ടി, പിന്നെ പന്തം അങ്ങനെയൊക്കെ എടുത്തിട്ട് വീടിന് ചുറ്റും 3 തവണ വലം വെച്ച് കലിയനും കലിച്ചിയും പോ, ശീബോധിയും മക്കളും വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 തവണ വീടിന് ചുറ്റും വലം വെക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ പിന്നെ അച്ഛമ്മ ഇല്ലാത്ത സമയത്ത് അതൊന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ. പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു ദിവസം ഓണാണോ ഓണത്തപ്പനാണോ അല്ല അതിന്റെ സംഭവം ഒന്നും എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഇങ്ങനെ ചെണ്ടയൊക്കെ മുട്ടി ആൾക്കാർ വീടുകളിലൊക്കെ വന്ന് എന്തോ ഒരു തെയ്യത്തിനെ പോലത്തെ രൂപമൊക്കെ വന്നിട്ട് വീട്ടിലിങ്ങനെ കരടിയൊക്കെ വന്നത്, കരടി, പുലി ആണോ, തിരുവാതിര ആ സമയത്താന്ന് തോന്നുന്നു. ഇങ്ങനെ പുലിയുടെ വേഷം കെട്ടിയിട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അവര് ഡാൻസ് ഒക്കെ ചെയ്യും. അതന്നെ വേട്ടക്കാർ. അതെന്താ ആചാരം? എന്താ തിരുവാതിരക്ക് അല്ലേ? അങ്ങനത്തെ ഡിഫറെന്റ് ആചാരങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. സോ ഞാൻ ഇതൊക്കെ കണ്ട് ശരിക്കും ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഫീൽ സോ ഹാപ്പി. മിക്സിംഗ് എല്ലുള്ളൊരു പീസ് മതി. എല്ലുണ്ടോ ഇനി പീസ് ഇവിടെ മതി കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേണം നമുക്ക് വേണമെന്നൊക്കെ പറഞ്ഞെടുത്ത് അമ്മ ഓടിക്കോ. കോട്ടിനകത്തല്ലേ ഒന്നുകൂടി പറ. അങ്ങനെ അബിയുടെ അച്ഛൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി ട്രെയിൻ കയറണം, തിരിച്ചു വീട്ടിൽ പോകണം. അങ്ങനെ ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടി, നല്ല അടിച്ചു പൊളിച്ച് സമാധാനപരമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇന്നേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ എംടെക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ.